ആകാശെ ഇപ്പൊ കൂടുതൽ വിശദീകരിച്ച് ചോദിക്കാനൊന്നുമില്ല. ഇപ്പം റഹീമിനെ കാണാനാണ് നിൽക്കുന്ന ആളുകൾ മുഴുവൻ. അതിൽ നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്. ഒരുപക്ഷെ റഹീമിനെ ഇതുവരെ നമ്മളെപ്പോലെ നേരിൽ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒത്തിരിയുണ്ട്. വാർത്തകൾ മാത്രം കണ്ട് റഹീമിനെ അറിയാവുന്ന ആളുകൾ കാണും. ആ നാടിനെ സംബന്ധിച്ച് അവരുടെ പെരുന്നാള് ഇന്ന് റഹീമാണ്. തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം വലിയൊരു ജനക്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ റഹീമിനെ അറിയാത്ത എന്ന് വെച്ചാൽ നേരിട്ടറിയാത്ത പരിചയമില്ലാത്ത ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. വാർത്തകൾ മാത്രം കണ്ടുകൊണ്ട് റഹീമിനെ പറ്റി അറിയുകയും റഹീം ഇതാ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. റഹീമിൻ്റെ വാഹനം ഈ റോഡിലേക്ക് കടന്നു വരികയാണ്. ആളുകൾ നമുക്ക് കാണാം റഹീമിൻ്റെ വാഹനം ഈ വീടിൻ്റെ മുൻവശത്തേക്ക് കയറി വരികയാണ്. നമ്മൾ കാത്തിരുന്ന ആ നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. റഹീം വീട്ടിലേക്ക് എത്തി. രണ്ട് പതിറ്റാണ്ടിൻ്റെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അബ്ദുൾ റഹീം ഇതാ സ്വന്തം നാട്ടിലേക്ക്, കോടമ്പുഴയിലെ നാട്ടിലേക്ക്, വീട്ടിലേക്ക്, സീനത്ത് മൻസിലേക്ക് റഹീം എത്തുകയാണ്. ഈ വാഹന വ്യൂഹം നമുക്ക് കാണാം. റഹീമിൻ്റെ തൊട്ടു പിന്നാലെ നിരവധി വാഹനങ്ങളുമുണ്ട്. റഹീമിൻ്റെ വാഹനം ഇതായി വീടിൻ്റെ മുന്നിലേക്ക് പ്രവേശിക്കുകയാണ്. അല്പസമയത്തിനകം റഹീം ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങും. അതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. വലിയ ജനക്കൂട്ടമാണ്. ആളുകളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ളവർ. അല്പസമയത്തിന് ശേഷം തന്നെ റഹീം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും വീട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, വലിയ തിരക്കാണ്. ആളുകളെല്ലാം തന്നെ റഹീമിനെ ഒരു നോക്ക് കാണാൻ, ഒരുപക്ഷെ റഹീമിൻ്റെ സുഹൃത്തുക്കളോ പരിചയമില്ലാത്തവരോ വാർത്തയിലൂടെയും അല്ലാതെ അങ്ങനെ ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയൊരു ജനക്കൂട്ടം തന്നെ ഇവിടെയുണ്ട്. വാഹനം ഇതാ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. വാഹനം വീടിൻ്റെ മുൻവശത്തേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് റഹീം വാഹനത്തിൽ നിന്ന് ഇറങ്ങും. അവിടെ മൈക്ക് അനൗൺസ്മെന്റ് അടക്കം നടത്തിയാണ് ആളുകളെ നിയന്ത്രിച്ച് നിൽക്കുന്നത്. റഹീമിന് ഈ കാഴ്ചകൾ കാണുമ്പോൾ തീർച്ചയായും അത് എത്ര കണ്ട് സന്തോഷമാണെന്ന് നമുക്ക് ആർക്കും ഊഹിക്കാൻ പോലും കഴിയില്ല. കാരണം തന്നെ ഒരു നാട് ഇത്രയധികം കാത്തിരിക്കുകയായിരുന്നു. തനിക്ക് ഒരു നാട് ഇത്രയധികം സ്നേഹം നൽകിയിട്ടുണ്ട്. പോയ പോലെ അല്ല റഹീമിൻ്റെ ഈ മടങ്ങി വരവ്. ഒരു ഉമ്മയും ആ കുടുംബവും മാത്രമല്ല, ഒരു നാടൊന്നാകെ റഹീമിൻ്റെ വരവ് കാണാനായിട്ടുള്ള കാത്തിരിപ്പിലാണ് എന്നുള്ളത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ് റഹീം. ആ കണ്ണുകൾ നിറയുന്നത് നമുക്ക് കാണാം, ആ കണ്ണുനീര് നമുക്ക് കാണാം. അതെല്ലാം ആനന്ദാശ്രുക്കളാണ്. ഈ ഒരു സ്നേഹം അത് താങ്ങാനാകുന്നതിലും അധികമായിരിക്കും ഒരുപക്ഷെ റഹീമിന്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അത് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിയാത്തതായിരിക്കും. റഹീമിനിപ്പോൾ നിലവിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്രയധികം ആളുകൾ അവിടെയുണ്ട്. അവർ കരഘോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്.
ബെൻസൺ കൂടി നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ബെൻസൺ, അവിടുത്തെ കാഴ്ചകൾ അത് ക്യാമറയ്ക്കും ഒപ്പിയെടുക്കാൻ നന്നേ പ്രയാസമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. കാരണം അത്രയധികം തിരക്കാണ് അവിടെ ഉള്ളത്. റഹീം എത്തി. റഹീമിനെ അത്രയും സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്ന നാട്ടുകാരെ കണ്ടു. ഉമ്മയെ കാണാൻ വേണ്ടി പോകുന്നു റഹീം എന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് കാണുന്ന കാഴ്ചകൾക്ക് അപ്പുറം അത്രത്തോളം ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് വലിയ പെരുന്നാൾ ദിവസമാണ്. രാവിലെ പള്ളിയിൽ പോയി നിസ്കരിച്ച് അതിന്റെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തി വീട്ടുകാരുമായി സൗഹൃദം പങ്കിടേണ്ട അല്ലെങ്കിൽ അവരുടെ ആ സമയം പങ്കിടേണ്ട ഒരു സമയമാണിത്. ആ സമയത്താണ് റഹീമിനെ കാണാനായി, റഹീമിന്റെ ഉമ്മയെ കാണാനായി ഈ ആളുകളെല്ലാം തന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ളത് ഇവരുടെ തറവാട് വീടായിട്ടുള്ള ആദ്യത്തെ വീട്ടിലാണ്. അതായത് റഹീം പോകുമ്പോൾ ഇവർ താമസിച്ചിരുന്ന ആ വീട്ടിലേക്ക് ഇപ്പോൾ ഉമ്മയെ കാണാനായി കയറിയിട്ടുള്ളത്. അതിന്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് അവർ പുതുതായി പണിത വീട്ടിലാണ് ഇപ്പോൾ ഉമ്മ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ, പഴയ വീട്ടിൽ അന്ന് റഹീം പോകുമ്പോൾ 26-ാം വയസ്സിൽ റഹീം ജോലി തേടി വിദേശത്തേക്ക് പോകുമ്പോൾ, റിയാദിലേക്ക് പോകുമ്പോൾ എവിടെയായിരുന്നു ഉമ്മയും കുടുംബമായി ഇവർ താമസിച്ചിരുന്നത്. അതേ വീട്ടിലാണ് ഇപ്പോൾ ഉമ്മയെ കാണുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രായഭേദമന്യേ നിരവധി ആളുകൾ റഹീമിനെ കാണാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൗതുകമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഹീം ഇവിടെ നിന്നും ജോലിക്കായി പോകുമ്പോൾ അന്ന് ഇതിന് ചെറിയ കുട്ടികളായിരുന്ന ആളുകൾ തൊട്ട്, അല്ലെങ്കിൽ അന്ന് റഹീമിനെ കണ്ടിട്ടില്ലാത്ത ആളുകൾ വരെ ഇന്നിപ്പോൾ അദ്ദേഹത്തെ കാണാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു നാട് ഒന്നാകെ ചേർന്ന് നിന്ന് റഹീമിന് വേണ്ടി, റഹീമിനെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടി ഒരു പ്രയത്നം നടത്താൻ വലിയ പരിശ്രമം നടത്തുന്നു. ഇതിന്റെ ഭാഗമായിരുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം പങ്കുവെച്ച കാര്യം, അല്ലെങ്കിൽ ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെ അത്തരത്തിലായിരുന്നു. ചേർത്ത് നിർത്തിയ എല്ലാവർക്കും നന്ദി എന്ന് നിറകണ്ണുകളോടെ പറഞ്ഞുകൊണ്ടായിരുന്നു റഹീം എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് വന്നത്. നമുക്കറിയാം, 20 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം സ്വന്തം ജന്മനാട്ടിലേക്ക് തിരികെ എത്തുന്നത്. അതും ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ, അല്ലെങ്കിൽ വലിയ ഒരു നാടിന്റെ ഒന്നടങ്കം സ്നേഹവും ഒരു നാടിന്റെ ഒന്നടങ്കം കരുതലും ഏറ്റുവാങ്ങിക്കൊണ്ട് 34 കോടി രൂപ ദിയാദനമായി നൽകി അദ്ദേഹത്തിനെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത്രത്തോളം പണം ഈ നാട്ടുകാർ ഒന്നടങ്കം സമാഹരിച്ചു എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന്റെ ആ ഒരു സ്നേഹം കൂടി ആളുകൾ പങ്കുവെക്കുകയാണ്. ഈ പെരുന്നാൾ ദിനത്തിൽ തന്നെ ഉമ്മയെ കാണാൻ എത്തിച്ചേരാൻ സാധിച്ചത് വലിയ സന്തോഷമെന്ന് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ റഹീം ഉമ്മയെ കണ്ടതിന് ശേഷം ഇപ്പോൾ ആളുകളെ അഭിസംബോധന ചെയ്യുകയാണ്. കരഞ്ഞുകൊണ്ടാണ്, വന്നപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറകണ്ണുകളാണ്. കരഞ്ഞുകൊണ്ടാണ് ആളുകളെ കാണുന്നത്, സംസാരിക്കുന്നത്, പ്രതികരിക്കുന്നത് എല്ലാം തന്നെ അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രത്തോളം വിചാരഭരിതമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ്. ഇവിടെ വന്ന് ഈ വീട്ടിൽ വന്ന ആളുകൾ പലരും പഴയ റഹീമിന്റെ അന്നത്തെ കാലത്ത് കൂട്ടി ശരിക്കാം